ശ്രമിക്കുകയായിരിക്കില്ലേ ഇപ്പോഴത്തെ? അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് വിജയകരമാണ്, കുറേ ഒരു പരിധിയോളം വിജയകരമാണ്. വെരി ഗുഡ്. താങ്കളുടെ പഞ്ചായത്തിൽ കൃഷിക്ക് വലിയ സാധ്യതയുള്ളൊരു പഞ്ചായത്താണ്. കാരണം കോഴിക്കോട് പട്ടണത്തിൻ്റെ പ്രാന്തപ്രദേശത്തുള്ളൊരു പഞ്ചായത്താണ്. എത്ര പച്ചക്കറി ഉണ്ടായാലും വിറ്റഴിക്കാൻ പ്രയാസമില്ല. പോരെങ്കിൽ മിൽമയുടെ വലിയ പ്ലാന്റെല്ലാം അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എത്ര പാലുണ്ടാക്കിയാലും വിറ്റഴിക്കാൻ പ്രയാസമില്ല. പക്ഷേ നിങ്ങളുടെ ഈ പരിപാടികൾ നോക്കിയിട്ട് പച്ചക്കറി വികസിപ്പിക്കുക, കൃഷി വികസിപ്പിക്കുന്നതിനോ അതിൻ്റെ വിപണനത്തിനോ അതുപോലെ തന്നെ പാലുൽപാദനം വർദ്ധിപ്പിക്കുന്നതിനുള്ള പരിശ്രമങ്ങളെക്കുറിച്ചോ ഒന്നും പരാമർശിച്ചുകൊണ്ട് കണ്ടില്ല. അങ്ങനെ എന്തെങ്കിലും പരിപാടി ഇവിടെ നടത്തുന്നുണ്ടോ? പച്ചക്കറി കർഷകർ തന്നെ ഉണ്ടാക്കുന്നുണ്ട്. 3 ഏക്കർ വരെ പച്ചക്കറി കൃഷി ചെയ്തിട്ടുള്ള കർഷകൻ അവിടെ കൃഷിക്കാർ തന്നെയാണ് പച്ചക്കറി കൃഷി ചെയ്യുന്നത്. അതിന് പഞ്ചായത്തല്ല, കൃഷിക്കാരെ കൊണ്ട് കൃഷിക്കാർക്ക് അതിന് പഞ്ചായത്ത് പ്രത്യേകമായ പദ്ധതികളിലൂടെ അവർക്ക് സഹായം നൽകുന്നുണ്ടോ? പഞ്ചായത്ത് നൽകുന്നുണ്ട്. പഞ്ചായത്തിൻ്റെ ജനകീയാസൂത്രണം വന്നതിന് ശേഷം എല്ലാ വർഷങ്ങളിലും നമുക്ക് പച്ചക്കറി കിറ്റ് കൊടുത്തുകൊണ്ട്, വിത്ത് കൊടുത്തുകൊണ്ട്, അതിന് ജൈവവളം കൊടുത്തുകൊണ്ട് എല്ലാ സ്ഥലങ്ങളിലും ഈ വേനൽക്കാലത്തെല്ലാം പച്ചക്കറി ഉണ്ടാക്കുന്ന അവസ്ഥയുണ്ട്. കുടിവെള്ള പദ്ധതികൾ കൊണ്ട് ഇപ്പം പഞ്ചായത്തിലെ എല്ലാ ഇതിന് മുകളിലുള്ള കുറച്ച് 10-12 കുടുംബങ്ങൾ ഒഴികെയല്ലേ ബാക്കി എല്ലായിടും ഒരുമാതിരി ആയിട്ടുണ്ടല്ലേ? അത് എപ്പോഴും കുടിവെള്ളം കിട്ടുന്ന രീതിയിലുള്ള പ്രവർത്തനം എത്തിക്കഴിഞ്ഞു അല്ലേ? അല്ലേ? അതിൻ്റെ റിപ്പയറിങ്ങും ബാക്കിയുള്ള മെയിൻ്റനൻസും കാര്യങ്ങളേ ഉള്ളൂ ഇനിയുള്ള പദ്ധതികളിൽ വരാവുന്നത് അല്ലേ? മേജറായിട്ടുള്ള വർക്ക് മാത്രമാണ് പഞ്ചായത്ത് ഏറ്റെടുക്കുന്നത്. അതായത് അതൊരു നല്ല കാര്യം തന്നെയാണ്. പിന്നെ സ്മാർട്ട് ഇംഗ്ലീഷ് പദ്ധതി എന്ന് പറഞ്ഞാൽ അത് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നതിൻ്റെ ആണോ അതോ സംസാരിക്കുന്നതിൻ്റെ ആണോ പ്രധാനമായിട്ട് ഉദ്ദേശിച്ചത്? ഈ അധ്യാപകരിൽ ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കി കൊടുക്കുക. അല്ല, ഞാൻ ചോദിച്ചത് കമ്മ്യൂണിക്കേറ്റ് ഇംഗ്ലീഷ് ആണ് ഉദ്ദേശിക്കുന്നത്. ടോക്കിംഗ്, സംസാരിക്കാനുള്ള അപ്പോഴതിനായിട്ട് നമ്മൾ പറയുകയുണ്ടായി സ്കൂളിൽ എന്തോ ഷേക്സ്പിയറുടെ ഡ്രാമയൊക്കെ. ഷേക്സ്പിയറുടെ ഡ്രാമ എന്നൊക്കെ പറഞ്ഞാൽ വളരെ വലിയ ചെറിയ ചെറിയ കാര്യങ്ങൾ. ഈ സ്മാർട്ട് ഇംഗ്ലീഷ് പഠിച്ചു കഴിയുമ്പം അധ്യാപകർ കുറച്ചുകൂടി ആധുനികമായിട്ടുള്ള ഇപ്പോഴേ സംസാരിക്കേണ്ടതാണല്ലോ. അപ്പോൾ ആ സംസാരിക്കുന്ന രീതിയിലുള്ള ഭാഷയിലേക്ക് അങ്ങനെയുള്ള രീതിയിൽ കൂടുതൽ ഒരു സ്ട്രെസ്സ് കൊടുത്തിട്ട് ആ ഒരു സമീപനമായിരിക്കും കുട്ടികൾക്ക് ഇനിയുള്ള ഇതിൽ ഭാവിയിൽ നന്നാവുന്നത്. എന്നുവെച്ചാൽ പഴയ തരത്തിലുള്ള ഇംഗ്ലീഷൊന്നും അല്ലല്ലോ ഇനിയിപ്പം സംസാരിക്കുന്നത്. ഞാൻ ഉദ്ദേശിച്ച ഇംഗ്ലീഷ് പഠനമാണോ ഉദ്ദേശിച്ചത് അതോ ഇംഗ്ലീഷ് സംസാരമാണോ എന്നതാണ് ഞാൻ ചോദിച്ചത്. ഇംഗ്ലീഷ് സംഭാഷണമല്ലേ ഉദ്ദേശിച്ചിരിക്കുന്നത്? അവർ ഈ പിന്നെ അധ്യാപകരുള്ള കമ്മ്യൂണിക്കേറ്റീവ് അബിലിറ്റി വർദ്ധിപ്പിച്ചു കൊടുത്തു അത് കുട്ടികളിലേക്ക് വ്യാപിപ്പിക്കാൻ വേണ്ടിയാണ് ചെയ്തിട്ടുള്ളത്. അത് പിന്നെ അധ്യാപകർക്കാണ് പരിശീലനം കൊടുത്തത്. ഇനി കമ്പ്യൂട്ടറിൻ്റെ സഹായങ്ങൾ എടുക്കുന്നുണ്ടോ? കമ്പ്യൂട്ടറിൽ കൂടി തന്നെ പുതിയ രീതിയിലുള്ളതും പ്രൊനൗൺസിയേഷൻ ആണെങ്കിലും അതെ സംഭാഷണത്തിൻ്റെ അങ്ങനെയുള്ള അത് സ്കൂൾ ലെവലിൽ അധ്യാപകർ ഇതിന് പ്രാധാന്യം കൊടുക്കുന്നു. അതുകൂടി ഒന്ന് കണക്ട് ചെയ്യുന്നു. അത് അല്ല, നമ്മളെ ഡിസ്ട്രിക്ട് സെൻറ്റർ ഫോർ ഇംഗ്ലീഷിൻ്റെ സഹായത്തോടു കൂടിയാണ് ഈ പരിപാടി നടപ്പാക്കുന്നത്. പൊതുവെ അത് എല്ലാ സ്കൂളുകളിലെയും കുട്ടികളെ ഇത് കവർ ചെയ്യുന്നുണ്ട്. ആദ്യം മുതലേ ഉണ്ട്. എന്ത് തോന്നുന്നു? വളരെ സന്തോഷമുണ്ട്. നമ്മളെപ്പോലുള്ള പഞ്ചായത്തിന് ഇവിടെ വന്ന് അവതരിപ്പിക്കാനൊരു അവസരം കിട്ടിയതിൽ ഗ്രീൻ കേരള എക്സ്പ്രസിനെ വളരെയധികം നന്ദി കാണിക്കുക. അതുമാത്രമല്ല, കേരളത്തിലെ വിവിധ പഞ്ചായത്തുകളിൽ നടത്തിയുള്ള പ്രവർത്തനങ്ങളെ പ്രേക്ഷകർക്ക് കിട്ടിക്കൊണ്ട് ഇനി അടുത്ത ഭരണസമിതിയൊക്കെ വരുന്ന സമയത്ത് പുതിയ ആശയങ്ങളോട് കൂടി തന്നെ ഓരോ പഞ്ചായത്തിൻ്റെയും ഭരണ സംവിധാനം മെച്ചപ്പെടുത്തുന്നതിന് ഇത് വളരെ പ്രയോജനകരമാണെന്ന് അറിയിക്കും. കേട്ടതിൽ വളരെ സന്തോഷം. നമുക്ക് മാർക്സിലേക്ക് കിടക്കാം അല്ലേ? 15-ൽ 11, 15-ൽ 10.5, 10-ൽ 6, 10-ൽ 6, 10-ൽ 7. കുരുവട്ടൂരിന് 60-ൽ 40.5 മാർക്സാണ് ലഭിച്ചിരിക്കുന്നത്. ഇവരുടെ പദ്ധതികളെ നിങ്ങൾ അനുകൂലിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇവർക്ക് SMS അയക്കുക. SMS അയക്കേണ്ട ഫോർമാറ്റ് GKE സ്പേസ് KVTR സ്പേസ് 10-ൽ നിങ്ങൾ നൽകുന്ന മാർക്സ് 537252 എന്ന നമ്പറിലേക്ക് അയക്കുക. കുരുവട്ടൂരിൽ നിന്നുള്ള നമ്മുടെ യാത്ര കരുവാറ്റയിലേക്കാണ്. അതിനു മുൻപായി ഒരു ഷോർട്ട് ബ്രേക്ക്. നമുക്കിനി രോഗങ്ങൾ വ്യാധികൾ വേണ്ടേ നമുക്കി കൊതുകിന്റെ താണ്ഡവം. വീടും പരിസരവും വൃത്തിയാക്കൂ, കൊതുകിന്റെ താവളങ്ങൾ നശിപ്പിക്കൂ, മാരക രോഗങ്ങളോട് വിട പറയൂ, വീണ്ടും ഒരു ദുരന്തമൊഴിവാക്കൂ. നാടിനെ നമ്മുടെ വീടായി കരുതണം, വൃത്തിയായി ഭംഗിയായി സൂക്ഷിക്കണം. രോഗം പരത്താത്ത മണ്ണിന്റെ മാറിലെ ആരോഗ്യമോടെ ജനങ്ങൾ വാഴൂ. എന്റെ കേരളം മാലിന്യമുക്തം.
മാലിന്യമുക്തമായ ഒരു കേരളം ലക്ഷ്യമെങ്കിൽ വ്യക്തി ശുചിത്വം പോലെ സാമൂഹിക ശുചിത്വവും പാലിക്കണം. മാലിന്യമുക്ത കേരളത്തിനായി നമുക്ക് ഒരുമിച്ച് പ്രയത്നിക്കാം. എൻ്റെ കേരളം മാലിന്യമുക്തം. പുരയിടത്തിൽ തെങ്ങും വാഴയും പ്ലാവും മുരിങ്ങയും കരിവേപ്പിലയും പപ്പായും പിന്നെ കാട്ടുചെടികൾക്കിടയിൽ അല്പം തവരയും ഉണ്ടെങ്കിൽ വീടിന്റെ ഭക്ഷണം അല്പമെങ്കിലും സുസ്ഥിരമായെന്ന് പറയാം. എന്നാൽ ഒരു ഗ്രാമത്തിന്റെ കാര്യം നോക്കുമ്പോൾ അതിന്റെ ഭക്ഷ്യസുരക്ഷ പൂർണ്ണമായും പഞ്ചായത്തിന്റെ ആസൂത്രണ മികവിനെ അപേക്ഷിച്ചാണിരിക്കുന്നത്. ഭക്ഷ്യസുരക്ഷാ പദ്ധതികളുമായി എത്തിയ ആലപ്പുഴ ജില്ലയിലെ കരുവാറ്റയെ നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. കരുവാറ്റയിൽ നിന്ന് ഇനി നമ്മോടൊപ്പം ഉള്ളത് പ്രസിഡന്റ് ശ്രീമതി രുക്മിണി രാജു, വൈസ് പ്രസിഡന്റ് ശ്രീ കെ രംഗനാഥക്കുറുപ്പ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ സി സുരേന്ദ്രൻ, സെക്രട്ടറി ശ്രീ ബി ഗോപാലകൃഷ്ണൻ നായർ. ഗ്രീൻ കേരള എക്സ്പ്രസിന്റെ പ്രേക്ഷകർക്ക് കരുവാറ്റെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാമോ? പുന്നപ്രയുടെയും വയലാറിന്റെയും ചരിത്രമുറങ്ങുന്ന ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള ഒരു കൊച്ചു ഗ്രാമപഞ്ചായത്താണ് കരുവാറ്റ. 17.68 ചതുരശ്ര കിലോമീറ്റർ വ്യാസമുള്ള തീര സമതല പ്രദേശം കൂടിയാണ് ഞങ്ങളുടെ ഗ്രാമപഞ്ചായത്ത്. ചരിത്ര പശ്ചാത്തലം പറയുകയാണെങ്കിൽ ഖാണ്ഡവ വനദാഹ സമയത്ത് തീ അണഞ്ഞ ഒരു പ്രദേശമാണ് കരുവറ്റ പ്രദേശം എന്നുള്ളത് കൊണ്ട് കരുവറ്റയെന്നും പിന്നീട് അത് കരുവാറ്റയായെന്നുമാണ് ചരിത്രം പറയുന്നത്. കർഷക തൊഴിലാളികളും കൃഷിക്കാരും തിങ്ങിപ്പാർക്കുന്ന ഒരു കൊച്ചു ഗ്രാമമാണ്, ഒരു കാർഷിക ഗ്രാമമാണ് ഞങ്ങളുടേത്. കരുവാറ്റയുടെ നാട്ടുവഴികളിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം. സർവവിജ്ഞാന കോശത്തിൽ പറയുന്നത് കരിനിലങ്ങൾ ഉള്ള സ്ഥലമായതിനാൽ കരുവാറ്റ എന്ന നാമം വന്നു എന്നാണ്. ഘോരവനമായിരുന്ന പ്രദേശം ഭൂചലനം മൂലം ജലനിമഗ്നമായപ്പോൾ ജൈവാംശങ്ങളും മരങ്ങളുടെ അവശിഷ്ടങ്ങളും അടിഞ്ഞുകൂടി കരിനിലങ്ങൾ രൂപം കൊണ്ടു. ഇതാണ് കന്നുകാലിപ്പാലം. കനോലി സായിബ് എന്ന എഞ്ചിനീയറുടെ നാമത്തിൽ അറിയപ്പെട്ടിരുന്ന കനോലി പാലം പിൽക്കാലത്ത് കന്നുകാലിപ്പാലമായി മാറി. കരുവാറ്റ ഹൈസ്കൂൾ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ തുടങ്ങിയവർ ഈ സ്കൂളിലെത്തി ജനങ്ങളെ അഭിസംബോധന ചെയ്തിട്ടുണ്ട്. തകഴി ശിവശങ്കര പിള്ള പഠിച്ചതും ഈ സ്കൂളിലാണ്. സുസ്ഥിര വികസനത്തിന്റെ കാര്യത്തിൽ കരുവാറ്റ പ്രധാനമായും ഏതെല്ലാം മേഖലകളിലാണ് ശ്രദ്ധ കൊടുക്കുന്നത്? ഞങ്ങൾ സമഗ്രമായ ഒരു വികസനത്തിന് ഊന്നിയാണ് പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എങ്കിലും ഏറ്റവും കൂടുതൽ മുന്തിയ പരിഗണന കൊടുക്കുന്നത് കാർഷിക മേഖലയ്ക്കാണ്. കരുവാറ്റയുടെ വികസന കാഴ്ചകൾ കാണാൻ മടങ്ങിയെത്താം. കരുവാറ്റ ഗ്രാമപഞ്ചായത്തിലെ കാർഷിക പദ്ധതികൾ ഓരോന്നും ഭക്ഷ്യസുരക്ഷയുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. നെൽകൃഷി, ശുദ്ധമായ പാൽ ലഭിക്കാനായി പശുവിനെ വളർത്തൽ, മത്സ്യകൃഷി, പച്ചക്കറി കൃഷി, നാളികേര വികസന പദ്ധതി, എങ്ങനെ ലിസ്റ്റ് നീളുന്നു. എന്തായാലും ഇന്നത്തെ പദ്ധതി കാഴ്ചകൾ കരുവാറ്റ ഗ്രാമപഞ്ചായത്തിലൂടെയാണ്. തരിശു നിലങ്ങളെ കൃഷിയോഗ്യമാക്കിയാണ് ഭക്ഷ്യസുരക്ഷയിലേക്കുള്ള കരുവാറ്റ പഞ്ചായത്തിന്റെ ആദ്യ കാൽവെപ്പ്. 2005 ഭരണസമിതി അധികാരത്തിലേറിയപ്പോൾ 4 പാടശേഖരങ്ങളിലായി 250 ഏക്കറോളം ഭൂമിയായിരുന്നു ഇവിടെ തരിശായി കിടന്നിരുന്നത്. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാതെ കൃഷി ഇറക്കാനാവില്ലെന്ന കർഷകരുടെ നിർദ്ദേശമനുസരിച്ച് പുറം ഫണ്ട് കിട്ടുന്നതിനും ജലസേചനത്തിനും ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കാൻ പഞ്ചായത്ത് ആരംഭിച്ചു. 30 വർഷത്തിലേറെ കാലമായി തരിശായി കിടന്നിരുന്ന നിലമാണിത്. 23 ദിവസങ്ങളായി ഇവിടെ 30-ലേറെ ആളുകൾ ചേർന്ന് ഈ നിലത്ത്